ഇപ്പം പിന്നെ നമ്മുടെ ബാലഗോപാൽ ആദ്യം പറഞ്ഞത് എന്താ, കുത്തി ഇളക്കി വിട്ട സമരം എന്നാണ് പറഞ്ഞത്. പിന്നീട് ഇങ്ങോട്ടേക്ക് എല്ലാ നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ തന്നെയാണ്. SUSI-ക്കാരാണ് ആദ്യം ഈ സമരത്തിന് പിന്നിലുള്ളത് എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത് SDPIയും ജമായത്തും ഇളക്കി വിട്ടിരിക്കുന്ന സമരമാണിതെന്ന് പറയുന്നു. അതുകൂടാതെ ഏറ്റവും അവസാനം നമ്മൾ കേട്ടത് BJPയും അതുപോലെ തന്നെ കോൺഗ്രസും കൂടി ചേർന്ന് നടത്തുന്ന ഒരു പ്ലേ ആണ് ഇത് എന്ന് പറയുന്നു. നോക്കൂ, ഈ സമരത്തിൻ്റെ പിന്നിലെ ഗൂഢാലോചന അവിടെ നിൽക്കട്ടെ, മറിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ, മറിച്ച് ഈ സമരം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ വളരെ പ്രധാനമല്ലേ? നമ്മളൊരു സമരത്തെ സമീപിക്കുന്നത് എങ്ങനെയാണ്? ആ സമരക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ മെറിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടല്ലേ. ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഞാൻ LDFനെ ഒട്ടും തന്നെ കുറച്ച് കാണുന്നില്ല. കാരണം ഈ ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഏറ്റവും മികച്ച സമീപനം എടുത്തിട്ടുള്ള ഭരണ മുന്നണിയാണ് LDF എന്ന കാര്യത്തിൽ ആർക്കാ സംശയം? ഇപ്പോൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓണറേറിയം തുകയിലേക്ക് അവരുടെ ഈ പറയുന്ന വേതനം എത്തിച്ചതിനകത്ത് LDF സർക്കാരുകൾക്ക് ഒരു വലിയ റോളുണ്ട്. അപ്പോൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ സമരത്തോട് ഇപ്പോൾ എടുത്തിരിക്കുന്ന സമീപനം ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്.